ഇനി മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും മൂന്നാറിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. മൂന്നാറിലേക്കും വട്ടവടയിലേക്കും ഒക്കെ എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ടോപ്പ് സ്റ്റേഷൻ. ചിലപ്പോൾ മഞ്ഞ് പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ മാടി വിളിക്കുക. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രാമധ്യേ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന ഇടമാണ് ടോപ്പ് സ്റ്റേഷൻ. മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും ടോപ്പ് സ്റ്റേഷനിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. പ്രധാന റോഡിൽ നിന്നും കുറച്ചു ദൂരം നടന്നു വേണം വ്യൂ പോയിന്റിലേക്ക് എത്താൻ. ഇരുവശങ്ങളിലും ധാരാളം വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് പ്രവേശന ഫീസ്. ആദ്യം എത്തുക ടോപ്പ് സ്റ്റേഷന്റെ കാഴ്ചകൾ ഉയരത്തിൽ നിന്ന് കണ്ടാസ്വദിക്കാവുന്ന വാച്ച് ടവറിലേക്കാണ്. ഇവിടെ നിന്നാൽ ദൂരേക്കുള്ള കാഴ്ചകൾ കാണാം, ചിത്രങ്ങൾ പകർത്തുകയും ചെയ്യാം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സഞ്ചാരികൾ ധാരാളമായി ഇവിടെ എത്തുന്നുണ്ട്. கேரளாவில் மூணாறு தமிழ்நாடு கம்பேர் பண்ணும்போது கொஞ்சம் பெட்டராக தெரியும். எப்பயுமே கூலிங்காக இருக்கும். மலை காடு எல்லாம் வந்து ஒரு பிரம்மாண்டத்தை தரும். எப்பயுமே ட்ராவலிங்கில் தமிழ்நாட்டிலையும் கொடைக்கானல் ஊட்டி எல்லாம் மழை இருந்தாலும் கேரளாவை லைக் பண்ணுறதுக்குன்னு எப்போ வந்தாலும் சுவாரஸ்யம், ஒரு நல்ல ஃபீலு, ഒരു அமைதியான സിറ്റുവേഷൻ, പെരിയ പെരിയ മരക്കാടുകൾ. വാച്ച് ടവറിലെ കാഴ്ചകൾക്ക് ശേഷം കീഴ്ക്കാംതൂക്കായ മലയടിവാരത്തിലേക്ക് നടന്നിറങ്ങിയും ടോപ്പ് സ്റ്റേഷന്റെ സൗന്ദര്യം ആസ്വദിക്കാം. ചിലപ്പോൾ മഞ്ഞ് പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത്. തെളിഞ്ഞ അന്തരീക്ഷമെങ്കിൽ തമിഴ്നാട്ടിന്റെ വിദൂര കാഴ്ചയും വലിയ പാറക്കെട്ടുകളും ഇവിടെ നിന്നാൽ കാണാനാകും. താഴ്വാരമാകെ പരന്നുകിടക്കുന്ന മേഘപ്പാളികളുടെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ടോപ്പ് സ്റ്റേഷന്റെ ഹൈലൈറ്റ്. കാഴ്ചകൾ കണ്ട് കണ്ണും മനവും നിറഞ്ഞാണ് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് സഞ്ചാരികൾ മടങ്ങാറ്. ന്യൂസ് 18 വട്ടവട.